നമസ്കാരം. ദ ഡീപ് ഡൈവിലേക്ക് സ്വാഗതം. നമസ്കാരം. ഇന്ന് നമ്മൾ ഒരു പ്രത്യേക വിഷയമാണ് കൈകാര്യം ചെയ്യുന്നത്. നിങ്ങൾ ഞങ്ങൾക്ക് തന്ന ഒരു സ്രോതസ്സാണ് അടിസ്ഥാനം. അതെ, പാസ്റ്റർ ജോൺ കോഡിയിൽ എഴുതിയ ദൈവത്തിന്റെ പഞ്ചമുഖ പദ്ധതി എന്നൊരു കൈപ്പുസ്തകം. ശരിയാണ്. അപ്പോൾ ഈ പുസ്തകം എന്താണ് പറയാൻ ശ്രമിക്കുന്നത്? ഒരു വലിയ ക്യാൻവാസ് ആണെന്ന് തോന്നുന്നു. തീർച്ചയായും ഇത് ബൈബിളിനെ അടിസ്ഥാനമാക്കി ലോകത്തിന്റെ തുടക്കം മുതൽ അവസാനം സകലതും പുനഃസ്ഥാപിക്കുന്നത് വരെയുള്ള ദൈവത്തിന്റെ ഒരു സമ്പൂർണ്ണ പദ്ധതി, അതിനെക്കുറിച്ച് വിശദീകരിക്കാനാണ് ഗ്രന്ഥകർത്താവ് ശ്രമിക്കുന്നത്. അതിൽ ദൈവശാസ്ത്രം മാത്രമല്ല, ചരിത്രവും. ചരിത്ര വ്യാഖ്യാനങ്ങളുണ്ട്, പിന്നെ അദ്ദേഹത്തിന്റെ സ്വന്തം ജീവിതാനുഭവങ്ങളും ഇതിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ ഇന്നത്തെ ലക്ഷ്യം എന്താണ്? നമ്മളിത് ശരിയാണോ തെറ്റാണോ എന്ന് പറയാനല്ലല്ല വന്നിരിക്കുന്നത്. അല്ലയല്ല, നമ്മൾ ഈ പുസ്തകത്തിൽ എന്താണ് പറയുന്നത്, അതിലെ പ്രധാന ആശയങ്ങൾ, അതിൻ്റെ ഒരു ഘടന, പിന്നെ ശ്രദ്ധേയമായ ചില കാര്യങ്ങൾ, അതൊക്കെ നിങ്ങളുമായി പങ്കുവയ്ക്കുക, അത്രമാത്രം. അതായത് ഈ പുസ്തകത്തെ ഒന്ന് പരിചയപ്പെടുത്തുക, അതിലെ കാര്യങ്ങൾ അതേപടി അവതരിപ്പിക്കുക, ശരിവെക്കുകയോ തള്ളിക്കളയുകയോ ചെയ്യുന്നില്ല. അതെ, അപ്പോൾ നമുക്ക് തുടങ്ങാമല്ലേ? ഇതിലെ അടിസ്ഥാനപരമായ ചില കാര്യങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങാം. മനുഷ്യനെക്കുറിച്ച് എന്താണ് പറയുന്നത്? അത് തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട്. മനുഷ്യൻ എന്നത് 3 ഭാഗങ്ങളുള്ള ഒന്നാണ്: ആത്മാവ്, പിന്നെ ദേഹി, ശരീരം. സ്പിരിറ്റ്, സോൾ ആൻഡ് ബോഡി. അതെ, നമ്മൾ ഈ കാണുന്ന ശരീരം ഇത് ശാശ്വതമല്ല. നമ്മൾ ഒരിക്കൽ ഇത് ഉപേക്ഷിക്കും. അതിനുശേഷം ഒരു ന്യായവിധിയുണ്ട്. ഹെബ്രായർ 9:27 അല്ലേ? മനുഷ്യർ ഒരിക്കൽ മരിക്കുകയും പിന്നീട് ന്യായവിധി നേരിടുകയും വേണം. അത് തന്നെ. പുസ്തകത്തിന്റെ അടിസ്ഥാനം ബൈബിളാണെന്ന് പറഞ്ഞു. ബൈബിളിനെ എങ്ങനെയാണ് കാണുന്നത്? വെറും ഒരു പുസ്തകമായിട്ടാണോ? അതെ, അതൊരു പ്രധാന പോയിന്റാണ്. ബൈബിൾ ദൈവനിവേശിതമാണ്, അതായത് ഗോഡ് ബ്രീത്ത്. തെറ്റുപറ്റാത്ത അമാനുഷികമായ ഒന്നായാണ് ഗ്രന്ഥകർത്താവ് ഇതിനെ കാണുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിലെ വലിയ ചോദ്യങ്ങളുണ്ടല്ലോ. ഞാൻ എവിടുന്ന് വന്നു? എന്തിനാണിവിടെ? മരിച്ചാൽ എങ്ങോട്ട് പോകും? ഈ ചോദ്യങ്ങൾക്കെല്ലാമുള്ള ഉത്തരം ബൈബിളിലുണ്ടെന്നാണ് പുസ്തകം പറയുന്നത്. അതിൻ്റെ എല്ലാം കേന്ദ്രബിന്ദു എന്താന്ന് വെച്ചാൽ യേശുക്രിസ്തുവിലൂടെയുള്ള ദൈവത്തിൻ്റെ രക്ഷാപദ്ധതിയാണ്. 2 തിമോത്തി 3:16 ഇവിടെ ഓർക്കാം. തിരുവെഴുത്തുകളെല്ലാം ദൈവനിവേശിതമാണ്. ശരിയാണ്. പിന്നെ ബൈബിളിനെ പഴയ നിയമം പുതിയ നിയമം എന്ന് രണ്ടായിട്ട് തിരിച്ചിട്ടിട്ടുണ്ടല്ലോ. അതെ, പഴയ നിയമം യേശുവിന് മുമ്പുള്ള കാര്യങ്ങളും പുതിയ നിയമം യേശുവിന് ശേഷമുള്ളതും, യേശു സ്ഥാപിച്ച പുതിയ ഉടമ്പടിയും. ആ പുതിയ ഉടമ്പടിയിൽ വിശ്വാസികൾക്കുള്ള അവകാശങ്ങളെക്കുറിച്ചൊക്കെ പുതിയ നിയമം പറയുന്നു. ഇവിടെ ഒരു പ്രധാന കാര്യം പുസ്തകം ഊന്നി പറയുന്നുണ്ട്. എന്താണത്? മധ്യസ്ഥൻ. അതായത് ദൈവത്തിനും മനുഷ്യർക്കുമിടയിൽ ഒരൊറ്റ മധ്യസ്ഥനേ ഉള്ളൂ, അത് യേശു ക്രിസ്തുവാണ്. 1 തിമോത്തി 2:5-6. അതെ, വേറെ ആരുമില്ല. പിന്നെ ഏലോഹിം എന്നൊരു വാക്കിനെക്കുറിച്ചും പറയുന്നുണ്ട്. അത് കേട്ടിട്ടുണ്ട്. ദൈവത്തെക്കുറിച്ചുള്ള ഹീബ്രു പദമല്ലേ? സാധാരണ അങ്ങനെയാണ് ഉൽപ്പത്തി 1:1 കാണുന്നത് പോലെ. പക്ഷേ ചിലയിടങ്ങളിൽ സങ്കീർത്തനം 82:1 പോലെയുള്ളിടത്ത് ഇത് ദൈവദൂതന്മാരെയോ അല്ലെങ്കിൽ ഒരു സ്വർഗീയ സഭയെയോ കുറിക്കാനും ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് ഗ്രന്ഥകർത്താവ് പറയുന്നത്. ഓഹോ, അതെ, അതിൽ നിന്ന് അദ്ദേഹം ഒരു ആശയത്തിലേക്ക് വരുന്നുണ്ട്. അതായത് ദൈവത്തിന് സ്വർഗത്തിലും ഭൂമിയിലും ഓരോ കുടുംബമുണ്ട്. എഫേസ്യർ 3:14 വെച്ചാണ് ഇത് പറയുന്നത്. നമ്മളൊരു വലിയ ദൈവിക കുടുംബത്തിന്റെ ഭാഗമാണെന്നൊരു ചിന്ത. ഇൻട്രസ്റ്റിംഗ്. അപ്പോ ഈ അടിസ്ഥാന കാര്യങ്ങൾക്ക് ശേഷം പുസ്തകം ചരിത്രത്തിലേക്ക് കടക്കുകയാണോ? ഒരു സംഘർഷത്തിലേക്ക്? അതെ, മനുഷ്യന്റെ വീഴ്ച, അതാണ് അടുത്ത പ്രധാന വിഷയം. ഏദൻ തോട്ടത്തിലെ സംഭവം. ആദാമും ഹവ്വാവും ദൈവം തേപ്പക ലംഘിക്കുന്നത്, ആ പഴം കഴിക്കുന്നത്. ഉൽപ്പത്തി 3 പറയുന്ന സംഭവം. ഇതിന് പിന്നിൽ സാത്താനുണ്ടായിരുന്നു. ഒരു സർപ്പത്തിന്റെ രൂപത്തിൽ വന്ന് അവരെ വഞ്ചിച്ചു. ഈ വീഴ്ചയുടെ ഫലം അത് നിസ്സാരമായിരുന്നില്ല. വെറുമൊരു അനുസരണക്കേടായിരുന്നില്ല. അല്ല, ബന്ധങ്ങൾ തകർന്നു. ഒന്നാമതായി ദൈവവുമായുള്ള ബന്ധം. നീതി പോയി, ദൈവത്തിൽ നിന്ന് അകന്നു. രണ്ടാമതോ മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധം. ഭൂമി ശപിക്കപ്പെട്ടു, മുള്ളും പറക്കാരയും ഒക്കെ മുളയ്ക്കാൻ തുടങ്ങി. മൂന്നാമത് മനുഷ്യർക്കിടയിൽ തന്നെ ലജ്ജ വന്നു, ഭയം വന്നു, അവസാനം മരണവും വന്നു. ആത്മീയ മരണം ആദ്യം, പിന്നെ ശാരീരിക മരണവും. പാപം ചെയ്തപ്പോൾ അവർ നഗ്നരാണെന്നറിഞ്ഞു ഒളിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ. അതെ, അപ്പോൾ ദൈവം അവർക്ക് തോൽ കൊണ്ട് ഉടുപ്പുണ്ടാക്കി കൊടുത്തു.
അതായത് ഒരു മൃഗം അവിടെ കൊല്ലപ്പെട്ടു, രക്തം ചിന്തി. ഇത് പാപപരിഹാരത്തിന് രക്തം വേണമെന്നതിൻ്റെ ആദ്യത്തെ സൂചനയായിട്ടാണ് ഗ്രന്ഥകർത്താവ് ഇതിനെ കാണുന്നത്. ഇടപെടലുകൾ എന്തൊക്കെയാണ് പുസ്തകം പറയുന്നത്? ന്യായവിധികൾ 2 പ്രധാനമായി പറയുന്നുണ്ട്. 1 നോഹയുടെ കാലത്തെ മഹാപ്രളയം, 2 ബാബേൽ ഗോപുരം. പ്രളയത്തെക്കുറിച്ച് പറയുമ്പോൾ ഉൽപ്പത്തി 6 ദൈവപുത്രന്മാരുടെ കാര്യം, അതിന് പുസ്തകം ഒരു പ്രത്യേക വ്യാഖ്യാനം നൽകുന്നുണ്ടല്ലേ? ഉണ്ട്. ഇതൊരു ശ്രദ്ധേയമായ വ്യാഖ്യാനമാണ്. പ്രളയത്തിന് കാരണം മനുഷ്യന്റെ ദുഷ്ടത മാത്രമല്ല, ഈ ദൈവപുത്രന്മാർ അവർ വീണുപോയ ദൂതന്മാരാണെന്നാണ് ഗ്രന്ഥകർത്താവ് പറയുന്നത്. അവർ മനുഷ്യ സ്ത്രീകളുമായി ബന്ധപ്പെട്ടു. യൂദ 1.6 പറയുന്ന പോലെ. അതെ, ഈ ബന്ധത്തിൽ നിന്ന് നെഫിലിം എന്നൊരു ഭീമാകാരന്മാരായ ഒരു സങ്കരവർഗം ജയന്റ്സ് ഉണ്ടായി. ഇത് മനുഷ്യവംശത്തിന്റെ ആ ഒരു വംശീയ ശുദ്ധി അതിനെ കളങ്കപ്പെടുത്തി. അതുകൊണ്ടാണ് ദൈവം പ്രളയത്തിലൂടെ ഭൂമിയെ ശുദ്ധീകരിച്ചത് എന്നാണ് പുസ്തകത്തിന്റെ വാദം. ഇത് എല്ലാവരും അംഗീകരിക്കുന്ന വ്യാഖ്യാനമല്ല അല്ലേ? അല്ല, പക്ഷേ പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നു. 2 ബാബേൽ ഗോപുരം. നിമ്രോദിന്റെ നേതൃത്വത്തിൽ, പേരിന് തന്നെ മത്സരി എന്നാണ് അർത്ഥം. അതെ, മനുഷ്യർ ഒന്നിച്ചുകൂടി ദൈവത്തോട് മത്സരിച്ച് സ്വർഗത്തോളം എത്തുന്ന ഒരു ഗോപുരം പണിയാൻ തീരുമാനിച്ചു. നമുക്കൊരു പേരുണ്ടാക്കാം എന്ന് പറഞ്ഞു. ദൈവം പറഞ്ഞത് ഭൂമിയിൽ നിറയാനായിരുന്നു. അതിന് വിപരീതമായിട്ടാണ് അവർ ചെയ്തത്. അതെ, അപ്പൊ ദൈവം എന്ത് ചെയ്തു? അവരുടെ ഭാഷ കലക്കിക്കളഞ്ഞു, അവരെ ഭൂമിയിലാകെ ചിതറിച്ചു. ഈ ബാബേലിനെ പുസ്തകം പിന്നീടുള്ള ഒരു കാര്യവുമായി ബന്ധിപ്പിക്കുന്നുണ്ടല്ലോ. ഉണ്ട്. വെളിപാട് പുസ്തകത്തിൽ പറയുന്ന മഹദിയാം ബാബിലോൺ, അതായത് അന്ത്യകാലത്ത് വരുന്ന ഒരു ദൈവവിരുദ്ധ ലോകവ്യവസ്ഥ, അതിൻ്റെ ഒരു പ്രോട്ടോടൈപ്പായിട്ടാണ് ബാബേൽ ഗോപുരത്തെ കാണുന്നത്. സോദോം ഗൊമോറയുടെ കാര്യവും പറയുന്നുണ്ടല്ലോ. അവിടെ ലൈംഗിക പാപം മാത്രമല്ല കാരണമെന്ന്. അതെ, യെഹെസ്കേൽ 16:49-50 ഉദ്ധരിച്ചുകൊണ്ട് പുസ്തകം പറയുന്നു, അവരുടെ പാപം അഹങ്കാരം, പിന്നെ ഭക്ഷണ സമൃദ്ധിയിലുള്ള അലംഭാവം, അലസത, ദരിദ്രരെ ഗൗനിക്കാതിരുന്നത്, ഇതൊക്കെ ആയിരുന്നു എന്ന്. അപ്പോൾ ഈ സംഭവങ്ങളെയെല്ലാം ഒരുമിച്ച് എങ്ങനെയാണ് ഗ്രന്ഥകർത്താവ് നോക്കിക്കാണുന്നത്? ഇതിനെല്ലാം പിന്നിൽ ഒരു പൊതുവായ കാരണം, ഒരു ആത്മീയ യുദ്ധം നടക്കുന്നുണ്ട് എന്ന കാഴ്ചപ്പാടാണ് പുസ്തകത്തിനുള്ളത്. മനുഷ്യരെ ദൈവത്തിൽ നിന്നകറ്റാൻ സാത്താൻ പല കാലഘട്ടങ്ങളിൽ പല തന്ത്രങ്ങൾ ഉപയോഗിക്കുന്നു. പണ്ടത്തെ കാലത്ത് ഈ ദൈവപുത്രന്മാരെ പോലെ നേരിട്ടുള്ള ഇടപെടലുകൾ. അതെ, പിന്നീട് മതങ്ങളിലൂടെ, സാമ്രാജ്യങ്ങളിലൂടെ, ഫിലോസഫികളിലൂടെ, ഇപ്പോഴാണെങ്കിൽ ശാസ്ത്രീയമെന്ന് തോന്നുന്ന ചില സിദ്ധാന്തങ്ങളിലൂടെ പോലും. പുസ്തകത്തിൽ കോപ്പർനിക്കൻ സിദ്ധാന്തം, പരിണാമവാദം ഒക്കെ ഉദാഹരണമായി പറയുന്നുണ്ട്. ഓക്കെ, ഇവയൊക്കെ ഉപയോഗിച്ച് സാത്താൻ മനുഷ്യരെ ബൈബിളിന്റെ സത്യത്തിൽ നിന്ന് തെറ്റിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് ഗ്രന്ഥകർത്താവ് വാദിക്കുന്നത്. ഇത് ചരിത്രത്തെയും ശാസ്ത്രത്തെയും കുറിച്ചുള്ള ഒരു വളരെ നിർണായകമായ നിലപാടാണ്. ശരി, അപ്പോൾ മനുഷ്യന്റെ വീഴ്ച, അതിനെ തുടർന്നുള്ള സംഘർഷങ്ങൾ, സാത്താന്റെ തന്ത്രങ്ങൾ, ഇതിനോടൊക്കെ ദൈവം എങ്ങനെയാണ് പ്രതികരിച്ചത്? അവിടെയാണ് പ്രതീക്ഷ വരുന്നത് അല്ലേ? തീർച്ചയായും, അതാണ് അടുത്ത ഭാഗം, ദൈവത്തിന്റെ പ്രതികരണം. അവിടെ ഉടമ്പടികൾ, കോവനൻസ് എന്ന ആശയമാണ് പ്രധാനം. ദൈവം മനുഷ്യരുമായി വീണ്ടും ബന്ധം സ്ഥാപിക്കാൻ ഉണ്ടാക്കിയ കരാറുകൾ പോലെ. അതെ, നോഹയുമായുള്ള ഉടമ്പടി അതിന്റെ അടയാളമായി മഴവില്ലേ. അബ്രഹാമുമായുള്ള ഉടമ്പടി വലിയൊരു ജനതയെ വാഗ്ദാനം ചെയ്തു, ഒരു ദേശം വാഗ്ദാനം ചെയ്തു. പിന്നെ മോശയുമായുള്ള ഉടമ്പടി ന്യായപ്രമാണം നൽകി. ഈ പഴയ ഉടമ്പടികളും പിന്നെ യെരുശലേം ദേവാലയത്തിലെ ആരാധനാ രീതികളും യാഗങ്ങളും ഒക്കെ, അതെല്ലാം ദാവീദിന്റെ സിംഹാസനത്തെക്കുറിച്ചുള്ള വാഗ്ദാനങ്ങൾ, സങ്കീർത്തനങ്ങളിൽ കാണുന്ന പ്രവചനങ്ങൾ. സങ്കീർത്തനം 22 പോലെ ഇതെല്ലാം വരാനിരിക്കുന്ന ഒരാളെക്കുറിച്ചാണ് സംസാരിച്ചത്, ഒരു മിശിഹായെക്കുറിച്ച്. അതായത് പഴയ നിയമം മുഴുവൻ ഒരു രക്ഷകന് വേണ്ടിയുള്ള കാത്തിരിപ്പായിരുന്നു. കൃത്യമായി. ആ കാത്തിരിപ്പിന്റെ പൂർത്തീകരണമാണ് യേശു ക്രിസ്തു എന്ന് പുസ്തകം പറയുന്നു. യേശുവിൻ്റെ ജനനം, ജീവിതം, അത്ഭുതങ്ങൾ, പഠിപ്പിക്കലുകൾ, മരണം, പിന്നെ ഉയർത്തെഴുന്നേൽപ്പ്, ഇതാണ് ദൈവത്തിൻ്റെ രക്ഷാപദ്ധതിയുടെ മർമ്മം. അതിലേറ്റവും പ്രധാനം യേശുവിൻ്റെ കുരിശുമരണമാണോ? വീണ്ടെടുപ്പ്. അതെ, റിഡംഷൻ. ആ മരണത്തിലൂടെ ദൈവം തൻ്റെ സ്നേഹം കാണിച്ചു. നമ്മൾ പാപികളായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. അത് ദൈവത്തിൻ്റെ ശക്തിയും വെളിപ്പെടുത്തി. നമ്മുടെ പാപങ്ങൾക്കും രോഗങ്ങൾക്കും വേണ്ടിയുള്ള ശിക്ഷ യേശു സ്വയം ഏറ്റെടുത്തു എന്ന് പറയുന്നു. യെശയ്യാ 53 അല്ലേ? അതെ, യെശയ്യാ 53:4-6. അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റു, നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി. പാപമോചനത്തിന് രക്തം ചിന്തണം എന്നൊരു തത്വം പഴയ നിയമത്തിലുണ്ടല്ലോ. ലേവ്യർ 17:11.
അതെങ്ങനെയാണ് യേശുവുമായി ബന്ധപ്പെടുന്നത്? പഴയ നിയമത്തിലെ യാഗങ്ങൾക്കെല്ലാം ഒരു താൽക്കാലിക പരിഹാരമേ നൽകാൻ കഴിഞ്ഞുള്ളൂ. എന്നാൽ യേശുവിൻ്റെ രക്തം അത് എന്നേക്കുമുള്ള പാപപരിഹാരം നൽകി. ആ രക്തം മൂലമാണ് നമുക്ക് ദൈവവുമായി സമാധാനം, അനുരഞ്ജനം സാധ്യമായത്. കൊലോസ്യർ 1:20. അതെ, യേശുവിൻ്റെ പുനരുത്ഥാനം അത് മരണത്തെ ജയിച്ചു എന്നതിൻ്റെ തെളിവാണ്. അവനിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവൻ നൽകുന്നു. യോഹന്നാൻ 3:16. ഈ രക്ഷ ആദ്യം യഹൂദന്മാർക്കുള്ള വാഗ്ദാനമായിരുന്നല്ലോ. നമ്മളെപ്പോലുള്ള പുറജാതിക്കാർ എങ്ങനെ ഇതിന്റെ ഭാഗമായി? അതിനെ പൗലോസ് അപ്പസ്തോലൻ ഉപയോഗിക്കുന്ന ഒരു ചിത്രം പുസ്തകമെടുത്ത് പറയുന്നുണ്ട്. റോമർ 11 ഒട്ടിച്ചു ചേർക്കൽ, ഗ്രാഫ്റ്റിംഗ്. ഒലിവു മരത്തിന്റെ ഉപമ. അതെ, അബ്രഹാമിന്റെ വാഗ്ദാനങ്ങൾ ഒരു നല്ല ഒലിവുമരം പോലെ. അവിശ്വാസം കാരണം ചില യഹൂദ കൊമ്പുകൾ മുറിച്ചു മാറ്റി. ആ സ്ഥാനത്തേക്ക് കാട്ടൊലിവിന്റെ കൊമ്പുകളായ നമ്മളെ, പുറജാതിക്കാരെ, വിശ്വാസം കാരണം ദൈവം ഒട്ടിച്ചു ചേർത്തു. അപ്പോൾ നമ്മളും ആ നല്ല മരത്തിന്റെ ഭാഗമായി. അതിന്റെ എല്ലാ ഗുണങ്ങളും വാഗ്ദാനങ്ങളും നമുക്കും അവകാശപ്പെട്ടതായി. അതെ, യേശുവിൽ യഹൂദനെന്നോ യവനനെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ ഒരു വ്യത്യാസവുമില്ല. ഗലാത്യർ 3:28. വളരെ ശക്തമായൊരു ചിത്രം. അപ്പോൾ ഈ രക്ഷിക്കപ്പെട്ട ആളുകളുടെ കൂട്ടം, അതാണല്ലോ സഭ. അതിനെക്കുറിച്ചും ഭാവിയെക്കുറിച്ചും പുസ്തകം എന്തു പറയുന്നു? യേശു മധ്യസ്ഥനായ പുതിയ ഉടമ്പടി അത് ദൈവത്തെ സമീപിക്കാനുള്ള പുതിയതും ജീവനുള്ളതുമായ ഒരു വഴിയാണ് തുറന്നത്. യേശു സ്വർഗത്തിലേക്ക് പോയതിനു ശേഷം പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് വന്നു. അപ്പോഴാണ് സഭ, എക്ലേസിയ, അതായത് വിളിച്ചു വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടം ഔദ്യോഗികമായി തുടങ്ങിയത്. ഈ സഭ ക്രിസ്തുവിന്റെ ശരീരമാണെന്നും പറയുന്നു. അതെ, അതിനൊരു ദൗത്യമുണ്ട്. ലോകം മുഴുവൻ പോയി ഈ സുവിശേഷം അറിയിക്കുക, ശിഷ്യരെ ഉണ്ടാക്കുക. മത്തായി 28:19-20. ഇനി ഭാവിയെക്കുറിച്ച് പറയുമ്പോൾ അന്ത്യകാല സംഭവങ്ങൾ, അതിൽ പ്രധാനപ്പെട്ട ഒന്നാണല്ലോ റാപ്ചർ, അല്ലെങ്കിൽ സഭയുടെ എടുക്കപ്പെടൽ. 1 തെസ്സലോനിക്കർ 4 പറയുന്നുണ്ട്, കർത്താവ് തന്റെ ഗംഭീരനാദത്തോടെ ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ ആദ്യം ഉയർക്കും. പിന്നെ ജീവനോടെ ഇരിക്കുന്ന നമ്മളും അവരോടൊപ്പം മേഘങ്ങളിൽ എടുക്കപ്പെടും, കർത്താവിനെ എതിരേൽക്കാൻ. ഇതെപ്പോഴാണ് സംഭവിക്കുക എന്നതിനെക്കുറിച്ച് പല അഭിപ്രായങ്ങളുണ്ട്. പുസ്തകത്തിന്റെ നിലപാട് എന്താണ്? ഗ്രന്ഥകർത്താവ് ഇവിടെ പ്രീ റാത്ത് റാപ്ചർ എന്ന കാഴ്ചപ്പാടാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അതായത് 7 വർഷത്തെ കഷ്ടകാലമുണ്ട്, അതിൻ്റെ ഏകദേശം അവസാനത്തോടടുത്ത്. മുഴുവൻ കഷ്ടകാലവും കഴിഞ്ഞിട്ടല്ല, എന്നാൽ തുടങ്ങുന്നതിനു മുമ്പുമല്ല. അതെ, വെളിപാട് 6 പറയുന്ന 6ാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോഴുള്ള വലിയ അടയാളങ്ങൾക്ക് ശേഷം, എന്നാൽ ദൈവത്തിൻ്റെ അന്തിമ ക്രോധം ആ 7 കലശങ്ങൾ ഭൂമിയിൽ വരുന്നതിന് തൊട്ടു മുൻപായിരിക്കും സഭ എടുക്കപ്പെടുക. ഇതാണ് പുസ്തകത്തിലെ വാദം. ഓക്കെ, ന്യായവിധിയെക്കുറിച്ചും പുസ്തകം വ്യക്തമായി പറയുന്നുണ്ടല്ലേ? നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു, അതൊന്നുകൂടി വ്യക്തമാക്കാമോ? 2 തരം ന്യായവിധികളെക്കുറിച്ച് പറയുന്നു. ഒന്ന് വിശ്വാസികൾക്കുള്ളതാണ്. അത് ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുന്നിലാണ്. 2 കൊരിന്ത്യർ 5:10. അവിടെ ശിക്ഷാവിധിയല്ല നടക്കുന്നത്. അല്ല, അവിടെ രക്ഷ നഷ്ടപ്പെടുമോന്ന് ഭയമല്ല, മറിച്ച് നമ്മൾ ഭൂമിയിൽ ജീവിച്ചതിനും കർത്താവിന് വേണ്ടി ചെയ്ത വേലയ്ക്കും അനുസരിച്ചുള്ള പ്രതിഫലം കിട്ടുന്ന സ്ഥലമാണത്. കിരീടങ്ങളെന്നൊക്കെ പുസ്തകം പറയുന്നുണ്ട്. ജീവന്റെ കിരീടം, നീതിയുടെ കിരീടം, അങ്ങനെയുള്ളവ. രണ്ടാമത്തെ ന്യായവിധിയോ? അത് യേശുവിനെ രക്ഷകനായി സ്വീകരിക്കാത്തവർക്കുള്ളതാണ്. അതിനെ മഹാധവള സിംഹാസന ന്യായവിധി, ഗ്രേറ്റ് വൈറ്റ് ത്രോൺ ജഡ്ജ്മെന്റ് എന്നാണ് പറയുന്നത്. വെളിപാട് 20:11-15. അവിടെ എന്താണ് സംഭവിക്കുക? അവിടെ ആളുകളുടെ പ്രവൃത്തികൾ രേഖപ്പെടുത്തിയ പുസ്തകങ്ങൾ തുറക്കും. പിന്നെ ജീവന്റെ പുസ്തകമെന്നൊന്നുണ്ട്. ആരുടെ പേരാണോ അതിലില്ലാത്തത് അവർ അവരുടെ പ്രവൃത്തികൾക്കനുസരിച്ച് ന്യായം വിധിക്കപ്പെട്ട് നിത്യമായ ശിക്ഷയിലേക്ക്, അതായത് തീപ്പൊയ്കയിലേക്ക് തള്ളപ്പെടുമെന്നാണ് പുസ്തകം പറയുന്നത്. ഇത് വളരെ ഗൗരവമുള്ള കാര്യങ്ങളാണ്. ഈ ന്യായവിധികൾക്ക് ശേഷം എന്താണ്? പദ്ധതിയുടെ അവസാനം എന്താണ്? ഈ ന്യായവിധികൾക്കും കർത്താവിൻ്റെ ദിവസത്തിൽ നടക്കുന്ന ദൈവക്രോധത്തിനും ശേഷം ഒരു വലിയ മാറ്റം വരും. സാത്താനെ 1000 വർഷത്തേക്ക് ബന്ധിക്കും. വെളിപാട് 20. അതെ, ആ 1000 വർഷം യേശു ക്രിസ്തു ഭൂമിയിൽ രാജാവായി വാഴും. നീതിയോടെയും സമാധാനത്തോടെയുമുള്ള ഒരു ഭരണം. ഇതിനെയാണ് സഹസ്രാബ്ദ വാഴ്ച അഥവാ മില്ലിനിയം എന്ന് പറയുന്നത്. ഉയർത്തെഴുന്നേറ്റ വിശുദ്ധന്മാരും ക്രിസ്തുവിനോടൊപ്പം വാഴും. 1000 വർഷം കഴിയുമ്പോഴോ സാത്താനെ കുറച്ചുകാലത്തേക്ക് അഴിച്ചുവിടും. അവൻ അവസാനമായി ഒന്നുകൂടി ജനതകളെ വഞ്ചിക്കാൻ ശ്രമിക്കും, പക്ഷെ പരാജയപ്പെടും. അവനെ എന്നേപ്പുമായി തീപ്പൊയ്കയിൽ തള്ളിയിടും. അതാണ് ശൈത്താന്റെ അന്ത്യം. അതിനുശേഷമാണോ പൂർണ്ണമായ പുനഃസ്ഥാപനം? അതെ, പിന്നീട് ഈ കാണുന്ന ആകാശവും ഭൂമിയും ഇല്ലാതാകും.
ദൈവം ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കും. വെളിപാട് 21. അവിടെ ദുഃഖമില്ല, കണ്ണുനീരില്ല, മരണമില്ല, നീതി വസിക്കും. ദൈവം മനുഷ്യരോടുകൂടെ വസിക്കും. അതാണ് ദൈവത്തിൻ്റെ പഞ്ചമുഖ പദ്ധതിയുടെ അവസാന ഘട്ടം, പുനഃസ്ഥാപനം. റെസ്റ്റോറേഷൻ. സൃഷ്ടി, വീഴ്ച, വാഗ്ദാനം, വീണ്ടെടുപ്പ്, പുനഃസ്ഥാപനം. ഈ 5 ഘട്ടങ്ങൾ കൃത്യമായി. ഈ വലിയ ദൈവശാസ്ത്രപരമായ കാര്യങ്ങൾക്കിടയിൽ ഗ്രന്ഥകർത്താവിൻ്റെ സ്വന്തം ജീവിതാനുഭവം കൂടി വരുന്നുണ്ടല്ലോ. അതെങ്ങനെയാണ് ഇതിനോട് ചേരുന്നത്? അതൊരു പ്രധാന ഭാഗമാണ്. പാസ്റ്റർ ജോൺ കോടിയിൽ തൻ്റെ സാക്ഷ്യം പുസ്തകത്തിൽ പങ്കുവെക്കുന്നുണ്ട്. അദ്ദേഹം ഒരു പരമ്പരാഗത കത്തോലിക്ക കുടുംബത്തിലാണ് ജനിച്ചത്. പിന്നീട് മറ്റു മതങ്ങളെക്കുറിച്ച് പഠിച്ചു. ഹിന്ദുമതം, ഇസ്ലാം മതം. കുറച്ചുകാലം ഇസ്ലാം മതം പിന്തുടരുകയും ചെയ്തു. ആ ഒരു അന്വേഷണത്തിനൊടുവിലാണോ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വരുന്നത്? അതെ. ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളിലൂടെയും ശൂന്യതയിലൂടെയും ഒക്കെ കടന്നുപോയ സമയത്ത് 1997 ഒരു ക്രിസ്തീയ ധ്യാനത്തിൽ വെച്ച് യേശു ക്രിസ്തുവിനെ വ്യക്തിപരമായി കണ്ടുമുട്ടി എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായിരുന്നു ആ അനുഭവം? അദ്ദേഹം ചില ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായതായും പുസ്തകത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. 2018 ഹൃദയാഘാതവും പക്ഷാഘാതവും ഒക്കെ ഉണ്ടായി. അതിനെല്ലാം അതിജീവിച്ചാണ് ഈ പുസ്തകം എഴുതിയത്. കാരണം താൻ അനുഭവിച്ചറിഞ്ഞ ഈ ദൈവവചനം, ഈ രക്ഷയുടെ സന്ദേശം മറ്റുള്ളവരിലേക്കും എത്തിക്കണം എന്നുള്ളൊരു തീവ്രമായ ആഗ്രഹം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു അക്കാഡമിക് പുസ്തകം എന്നതിനേക്കാൾ ഒരു കൈപ്പുസ്തകം എന്നാണ് അദ്ദേഹം തന്നെ പറയുന്നത്. ബൈബിൾ പഠിക്കാനും ക്രിസ്തീയ ജീവിതം നയിക്കാനും സഹായിക്കുന്ന ഒന്ന്. അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവവും ഈ ദൈവശാസ്ത്ര കാഴ്ചപ്പാടുകളും തമ്മിലൊരു ബന്ധമുണ്ട്. സൃഷ്ടി മുതൽ പുനഃസ്ഥാപനം വരെയുള്ള ഒരു വലിയ യാത്ര. അതെ. സൃഷ്ടി, വീഴ്ച, വാഗ്ദാനം, യേശുവിലൂടെയുള്ള വീണ്ടെടുപ്പ്, പിന്നെ എല്ലാറ്റിൻ്റെയും പുനഃസ്ഥാപനം. ഈ 5 ഘട്ടങ്ങളിലൂടെ ദൈവം തൻ്റെ പദ്ധതി നടപ്പാക്കുന്നു എന്നാണ് ഗ്രന്ഥകർത്താവ് പറയുന്നത്. ഇതിനായി അദ്ദേഹം ബൈബിളിലെ പ്രവചനങ്ങൾ, ചരിത്രം, അതിൻ്റെതായ വ്യാഖ്യാനത്തോടെ ദൈവശാസ്ത്രം, പിന്നെ സ്വയം അനുഭവങ്ങൾ വരെ ഉപയോഗിക്കുന്നു. ഓർക്കേണ്ട കാര്യം, ഇതൊരു പ്രത്യേക കാഴ്ചപ്പാടാണ്. ബൈബിളിനെ വ്യാഖ്യാനിക്കുന്ന പല രീതികളിലൊന്ന്. തീർച്ചയായും. അപ്പോൾ നമ്മൾ കേട്ടത് ലോകത്തെയും മനുഷ്യജീവിതത്തെയും കുറിച്ചുള്ള വളരെ സമഗ്രമായ, ചിലപ്പോൾ വിവാദമായേക്കാവുന്ന ഒരു വലിയ വിവരണമാണ്, ഒരു ഗ്രാൻഡ് നരേറ്റീവ്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ ഇത്തരം വലിയ ആഖ്യാനങ്ങൾക്ക് എന്ത് സ്ഥാനമാണുള്ളത്? ഇതൊന്ന് ആലോചിക്കാനുള്ള വിഷയമാണല്ലേ? അതെ, തീർച്ചയായും.